ഈ ഗുരുവായൂർ ദേവസ്ഥയിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തവരും ഗുരുവായൂർ ദേവസ്ഥയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവരുടെയും പ്രധാന വരുമാന മാർഗം അവിടെ അമ്പലത്തിൽ ക്യൂ നിൽക്കാതെ തൊഴിയിപ്പിക്കുക എന്നതാണ്. 100 രൂപയ്ക്ക് ഈ കൈകൾ കൊണ്ട് ചുരുങ്ങിയത് ഒരു 100 പേരെ തൊഴിയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഗുരുവായൂരുകാരൻ എന്ന നിലയ്ക്ക് എറണാകുളത്ത് ഒരു ചെറിയ ബിസിനസ് നടത്തുകയും 25 കൊല്ലം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയും ചെയ്തതിൻ്റെ പേരിൽ ഒരു ദൈവവിശ്വാസിയല്ലായ എനിക്ക് ഇത്തരക്കാരെ തൊഴാൻ കൊണ്ടുപോവുകയും അവരുടെ കൂടെ അമ്പലത്തിൽ കടക്കുകയും അവരെ തൊഴിയിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് സന്തോഷമാക്കി യാത്ര അയക്കുകയും ചെയ്യുന്നുണ്ട്. 100 രൂപയ്ക്ക് തുടങ്ങിയ ഇടപാടിന് ഇപ്പോൾ വാങ്ങുന്നത് മലയാളികൾക്ക് 500 രൂപയും മറ്റ് സംസ്ഥാനക്കാർക്ക് 750 രൂപ മുതൽ 1000 രൂപയും വേണം. അപ്പം ഇത്തരത്തിൽ പൈസ വാങ്ങി തൊഴിയിപ്പിച്ച് ജനങ്ങൾക്ക് സംതൃപ്തി നൽകാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം പ്രവർത്തിക്കുന്ന ഗുരുവായൂർ അമ്പലത്തിലെ 28 സംസ്ഥാനങ്ങളുടെയും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഒരു കയ്യിലുള്ള ഒരു പ്രധാനമന്ത്രി വന്നിട്ട് ഒരു വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരുക്കേണ്ട ഒരുക്കങ്ങൾ ഒരുക്കിയതിനെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയും അതിനെ അങ്ങേയറ്റം കളിയാക്കിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഈ സമൂഹ മനസാക്ഷി കേരളം തന്നെ ചോദ്യം ചെയ്യേണ്ടതാണ്. ഒരു മുഖ്യമന്ത്രി, പാവയ്ക്ക വലിപ്പമുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ എവിടെയും എന്തും ചെയ്യാം. ഈ മുഖ്യമന്ത്രിയുടെ കാര്യമല്ല, ഉമ്മൻചാണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു നാൽക്കവലയിൽ ഒരു ആംബുലൻസ് 20 മിനിറ്റ് പിടിച്ചിട്ട സംസ്ഥാനമാണ് കേരളം. എന്തിനേറെ അനിൽ നമ്പ്യാർ കേവലം 45 ദിവസം മുമ്പ് എൻ്റെ പാർട്ട്ണറും 72 വയസ്സുള്ള എൻ്റെ പാർട്ട്ണറും അദ്ദേഹത്തിൻ്റെ 68 വയസ്സുള്ള ഭാര്യയും തൊഴാൻ പോയി. അപ്പോൾ 4 മണിക്ക് ശേഷം അവിടെ സീനിയർ സിറ്റിസൺ ഒരു ക്യൂ ഉണ്ട്. അതിൽ ക്യൂ നിൽക്കുന്ന സമയത്താണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അവിടെ തൊഴാൻ വന്നത്. 1 മണിക്കൂറാണ് ഈ ഭക്തരെ അവിടെ പിടിച്ചു നിർത്തിയത് എല്ലാവരെയും. അദ്ദേഹം തൊഴുത് പുറത്തേക്ക് കടന്നു പോയിട്ടാണ്. ഞാൻ രമേശ് ചെന്നിത്തല വ്യക്തിപരമായിട്ട് പറഞ്ഞ് എനിക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള ഒരു സൗമ്യനായ ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനുണ്ടാകുന്നു, ഇപ്പോൾ ഞാൻ ഈ സമയത്ത് ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഒരു മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ MLA യുമായ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂർ ഗുരുവായൂർ അമ്പലത്തിലെ ഭക്തജനങ്ങളുടെ ക്യൂ നിയന്ത്രിക്കാമെങ്കിൽ ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു പ്രക്രിയ മാത്രമല്ല അവിടെ നടന്നത്. മാത്രവുമല്ല, അത്തരമൊരു പ്രക്രിയ സുരേഷ് ഗോപിയുടെ മകൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എന്ത് ചെയ്തു? അവിടെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം 4 അപ്പോൾ അവിടെ 4ന്റെ എണ്ണത്തിൽ ഒരു തർക്കം നടക്കുന്നുണ്ട്. 4 5 ദമ്പതികളെ അനുഗ്രഹിക്കാൻ ആ ദമ്പതികൾ എത്ര ഭാഗ്യം ചെയ്തവരാണ് ആലോചിക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രി 3 4 പ്രാവശ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ഒരു വ്യക്തി അവരെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നത് അവർക്കൊരു അങ്ങേയറ്റം ബഹുമാനമല്ലേ? പിന്നെ ഇവിടെ ആദ്യം സംസാരിച്ച പ്രഭാത് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ കുടുകൂടെ ചിരിക്കുകയായിരുന്നു. അതായത് നോർത്ത് ഇന്ത്യയിലെ സീറ്റ് കുറയാൻ പോകുന്ന സീറ്റ് സംസ്ഥാനത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് വന്നു. എൻ്റെ പ്രിയപ്പെട്ട നേതാവ്, എന്താണ് അങ്ങ് ഈ പറയുന്നത്? ആരാണ് സാർ ഈ രാഷ്ട്രീയത്തിൽ ഈ ഗിമ്മക്ക് കളിക്കാത്തത്? താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. 2021 മാർച്ച് മാസം അന്ന് വരെ പരസ്പരം തെറി പറഞ്ഞിരുന്നവരാണ് ഈ വെള്ളാപ്പള്ളി നടേശനും ഈ പിണറായി വിജയനും. നമുക്ക് തന്നെ പത്രം നിർത്തിയാലും ചാനലുകൾ കണ്ടാലും അങ്ങാട്ടും ഇങ്ങോട്ടും തെറിവിളിയായിരുന്നു. 2021 മാർച്ചിലാണോ കൃത്യമായിട്ട് അറിയില്ല, ഏപ്രിലാണോ 6 മന്ത്രിമാരുമായിട്ടാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ കാണിച്ചുകുളങ്ങര എന്ന് പറയുന്ന ഭഗവതി ക്ഷേത്രത്തിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസുകൾ നേടാൻ വേണ്ടി പോയത്. കാന്തപുരത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഈ പിണറായി വിജയനും സംഘവും പോകുന്നത് അദ്ദേഹത്തിൻ്റെ സുഖാന്വേഷണത്തിന് വേണ്ടിയിട്ടാണോ? എന്തിനേറെ സുഹൃത്തെ, ഞാൻ ചോദിക്കട്ടെ താങ്കളോട്, മുസ്ലിം ലീഗ് ഒരു ചായക്കടയിലേക്ക് പോകുന്നതും മുസ്ലിം ലീഗ് അവരുടേതായ പാർട്ടി ഓഫീസിലേക്ക് പോകുന്നതും നോക്കി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് 1970-80 കാലഘട്ടത്തിലെ കാമുകന്മാർ ലവ് ലെറ്ററുമായിട്ട് ഈ നമ്മുടെ കാമുകിമാരുടെ പിന്നാലെ നടന്നിട്ടുള്ള ഒരു ഓർമ്മയാണ് എനിക്ക് വരുന്നത്. ഇപ്പം ഈ മുസ്ലിം ലീഗിൻ്റെ പിന്നാലെ നടക്കുന്നത് എന്തുകൊണ്ടാണത്? ഞാൻ താങ്കളോട് പറയാം. ഈ ദുർഭരണം കൊണ്ട് 7.5 വർഷത്തെ കഴിഞ്ഞുപോയ ദുർഭരണം കൊണ്ടും ഇനി വരാനിരിക്കുന്ന 2.5 വർഷത്തെ ദുർഭരണം കൊണ്ടും, അഥവാ ഇലക്ഷനിൽ സീറ്റ് കുറഞ്ഞാൽ കുറച്ച് സീറ്റുകളുമായിട്ട് അപ്പുറത്ത് നിൽക്കുന്ന മുസ്ലിം ലീഗിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ അതും നടത്തുന്നത്. അപ്പോൾ ആരാണ് സുഹൃത്തെ ഇവിടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഗിമ്മിക്കുകൾ? നമ്മൾ സമ്മതിച്ചു, സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ നേടിക്കൊടുക്കാനാണ് അദ്ദേഹം വന്നതെങ്കിൽ നടക്കട്ടെ. പക്ഷെ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് താങ്കൾ പ്രതിദാനം ചെയ്യുന്ന മുന്നണി ചെയ്യുന്നത് ശരിയാണെന്ന് പറയുന്നത് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണോ? അപ്പം അല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു അഴിമതിക്കാരനായ ഒരു വ്യക്തിയെ എന്തുകൊണ്ട് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ആക്കി എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റില്ല. മറുപടി പറഞ്ഞാൽ പിന്നീട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടിട്ട് കേരളം ഞെട്ടും.